ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. മികച്ച രീതിയിലുള്ള പഠനം എല്ലാവരും തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. പുതിയ അക്കാദമിക് ഇയർ ആണ്. കൂടുതൽ കരുതൽ വേണം, കൂടുതൽ ശ്രദ്ധ വേണം മികച്ച മാർക്കിലേക്ക് എത്തുവാൻ വേണ്ടി. സോ ഇപ്പോൾ സാറ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഒരുപാട് മക്കൾ നിരന്തരം ഒരു കൺസേൺ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, പല ടീച്ചേഴ്സിനോടുമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഏത് ഗൈഡ് നമ്മൾ ചൂസ് ചെയ്യണം, ഏത് റെഫറൻസ് ബുക്കിലേക്ക് നമ്മൾ പോകണം. കാരണം തീർച്ചയായിട്ടും NCERT റീഡിംഗ് കൊണ്ട് മാത്രം ഫുൾ മാർക്ക് എന്ന് പറയുന്നത് അതത്ര ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്കൊരു ഗൈഡിൻ്റെ ആവശ്യകത ഉണ്ട്. സോ ഇപ്പോൾ സാറിപ്പോൾ വന്നിരിക്കുന്നത് സൈലം തന്നെ നിർമ്മിച്ച സൈലത്തിൻ്റെ ഗൈഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 1500 രൂപയ്ക്ക് 6 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ തന്നെ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ മാത്സിലെ 2 ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. സോ ഞാൻ വെറുതെ പറയല്ല, നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്ക്, അതിലിപ്പോൾ ബയോളജി, സയൻസിലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ ലൈഫ് പ്രോസസ്സ്, ഇപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ്, നമ്മൾ ബയോളജിയിൽ 5 ചാപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ. അതിൽ ലൈഫ് പ്രോസസ്സ് ഏതൊക്കെ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. അതിലെ ക്വസ്റ്റ്യൻസും അതെങ്ങനെ എഫക്റ്റീവ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കാം, ആദ്യം തന്നെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് ലൈഫ് പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സ്കൂൾ ലെവൽ, അതായത് സ്കൂൾ ലെവലിൽ നമ്മൾ സ്കൂൾ ലെവൽ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് എക്സാമുകൾ നടക്കുമല്ലോ, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒക്കെ എക്സാം നടത്തും. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ ലെവൽ. പിന്നെ ലൈഫ് പ്രോസസ്സ് ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഒരു സമ്മറി. ഈ സമ്മറി എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സമ്മറി. അതുപോലെ തന്നെ NCERT കോർണർ പ്ലസ് എക്സസൈസ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അൺസോൾവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അൺസോൾവ്ഡ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ NCERT ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് നോക്കണേ. ഇതാ ലൈഫ് പ്രോസസ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ലൈഫ് പ്രോസസ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാം ന്യൂട്രീഷൻ, നമുക്കറിയാം ന്യൂട്രീഷനും അതുപോലെ തന്നെ റെസ്പിറേഷനും സർക്കുലേഷൻ എക്സ്ക്രീഷനും ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ, അതുപോലെ തന്നെ കോമ്പറ്റൻസി ലെവലിലുള്ള ചോദ്യങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി ആക്ടിവിറ്റിയാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, വളരെ പെട്ടെന്ന് നോക്കിയാലൊന്നും നമുക്കത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈലത്തിൻ്റെ ഈ ഒരു ഗൈഡിൻ്റെ പ്രത്യേകത, ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, എയിം ഓഫ് ദ ആക്ടിവിറ്റി, മെത്തേഡ്, ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, വളരെ കൃത്യമായി ഓരോന്നും ഓരോ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. വാരി വലിച്ച് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തത് ആ ഒരു പാറ്റേണിന് പകരം കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇവിടെ ആക്ടിവിറ്റീസ്. അത് ഈ ഒരു ആക്ടിവിറ്റി മാത്രമല്ല കേട്ടോ, എല്ലാ ആക്ടിവിറ്റിയും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ അധികം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, അതുകൊണ്ട് തന്നെ അതൊരു സഹായകരമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ എല്ലാ കോൺസെപ്റ്റും വളരെ കൃത്യമായി. ഇപ്പോൾ ന്യൂട്രീഷൻ, നമ്മുടെ മനുഷ്യൻ്റെ കേസല്ല ന്യൂട്രീഷൻ നോക്കിയാൽ, ഹ്യൂമൻ ബീൻ്റെ ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായി തന്നെ കാണാം. ചിത്രങ്ങൾ നമുക്കറിയാം, ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ബയോളജിയുടെ ലൈഫ് എന്ന് പറയുന്ന ഡയഗ്രമാണ്. അപ്പോൾ ഒരു ഡയഗ്രാം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കൃത്യമായ ലേബലിംഗ് ഉണ്ട്. സോ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ആ ഡയഗ്രാംസ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുന്ന കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുതന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊക്കെ നമ്മുടെ കോൺസെപ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് വരുമ്പോൾ, എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ സമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് സമ്മറി. അപ്പോൾ ഈ സമ്മറിയിലേക്ക് നിങ്ങൾ നോക്കിക്കേ. സമ്മറി നിങ്ങൾ നോക്കുമ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എൻ്റയർ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ക്രിസ്പായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ നമ്മൾ ഈ സമ്മറി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരിക. അങ്ങനെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇനി ഈ സമ്മറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ NCERT കോർണർ, അതുപോലെ തന്നെ NCERT എക്സസൈസ്. അപ്പോൾ NCERT എക്സസൈസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും NCERT ആണല്ലോ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികം ഉണ്ടാവുക. അത് കൂടാതെ കോമ്പറ്റൻസി ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ കോമ്പറ്റൻസി ലെവൽ ക്വസ്റ്റ്യൻ ഈ വർഷങ്ങളിൽ, ഈ കുറച്ച് വർഷം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ആയിട്ട് കുറേ കൂടുതലായിട്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് കോമ്പറ്റീറ്റീവ് എൻവിറോൺമെൻറ്റിലാണ്. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും പല പ്രൊഫഷണൽ കോഴ്സസിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യേണ്ട മക്കളാണ് ഈ വീഡിയോ കാണുന്നവരും. അതുപോലെ തന്നെ നിങ്ങളുടെ സമപ്രായക്കാരെല്ലാ മക്കളും ഇതുപോലെ പല കോമ്പറ്റീറ്റീവ് എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ്. നീറ്റ്, JEE പോലുള്ള എക്സാം. അപ്പോൾ അങ്ങനെയുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ ഈ ഹൈസ്കൂൾ ലെവലിൽ തുടങ്ങണം.
ആ രീതിയിൽ കോമ്പറ്റൻസി ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ബോർഡ് എക്സാമിനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് എക്സാം ആണോ, ഏത് എൻട്രൻസ് എക്സാം ആണോ അതിന് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേസ് സ്റ്റഡി നമ്മുടെ CBSE എക്സാമിന് കേസ് സ്റ്റഡി എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. കാരണം CBSEയുടെ തന്നെ ഒരു ട്രേഡ് മാർക്ക് കേസ് സ്റ്റഡിയാണ്. മറ്റു സിലബസിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുന്നത് വളരെ മികച്ചൊരു കാര്യമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാം. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നത്. അതൊന്നൊന്നുമല്ല, അനവധി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കണേ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോമ്പറ്റിറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായി എല്ലാത്തിനും സെക്ഷൻ ഉണ്ട്. എല്ലാം മിക്സപ്ഡ് അല്ല, എല്ലാം സെപ്പറേറ്റ് സെക്ഷനിൽ കൃത്യമായി അവിടെയും ഡയഗ്രാം ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പല എക്സ്പെരിമെൻ്റ് കാര്യങ്ങൾ നിങ്ങളുടെ കാണാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊക്കെ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോമ്പറ്റൻസി ലെവലിൽ. പിന്നെ നമ്മൾ പറഞ്ഞ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് മാർക്ക് നേടാനും അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുള്ളൊരു ഏരിയയാണ്. കാരണം ചോദ്യം ഉണ്ടാക്കുന്ന ആൾ ക്വസ്റ്റ്യൻ കൊടുത്തു, ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആയിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ കൺഫ്യൂസിങ് ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എത്തണമെങ്കിൽ അതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്. ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഒരു എക്സാം എഴുതും കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് MCQ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി അങ്ങോട്ട് റൂൾ ചെയ്യാൻ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷൻ പോലും MCQ ആണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ MCQ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിൽ മികച്ച രീതിയിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ സഹായകരമാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ MCQ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അതും നിസാരം MCQ അല്ല, കുറേ MCQ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് കോർണർ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. കോമ്പറ്റൻസി ലെവൽ ക്വസ്റ്റ്യൻ അത് ഓരോ റീജിയൻ 2017 കേരള, ഹരിയാന 2008 അങ്ങനെ ഓരോ റീജിയൻസിലെ ചോദ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇവിടെ കൊടുത്ത് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഓരോ റീജിയൻസിലും ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നും ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ പല റീജിയൻസിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് NTSCയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾ വളരെയധികം സഹായകരമാകും. ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രത്തോളം ഹെൽപ്ഫുൾ ആവും തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ട്രൂ ഓർ ഫാൾസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ചില സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും, ചിലപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരിക്കും. ഇത് പെട്ടെന്നൊരു കുട്ടി വായിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ കിട്ടണമെന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ മികച്ച രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഏരിയാസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇത് പറഞ്ഞ കേസ് സ്റ്റഡി വീണ്ടും നിങ്ങൾ നോക്കണം. വീണ്ടും കേസ് സ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. ഓരോ റീജിയൻസിലെയും കേസ് സ്റ്റഡിയാണ്. ഓരോ ചാപ്റ്റർ ലൈഫ് പ്രോസസ്സിലെ ഓരോ ഭാഗത്തുള്ള കേസ് സ്റ്റഡി വളരെ കൃത്യമായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ CBSEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മസ്റ്റാണ്. കാരണം നമ്മൾ വെറുതെ ഒരു NCERT എക്സസൈസ് അല്ലെങ്കിൽ NCERT കോർണറിൽ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് കാര്യമില്ല. മുൻ വർഷങ്ങളിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ഏതൊക്കെ രീതിയിൽ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ്. ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡ് ആയതിനാൽ ലേറ്റസ്റ്റ് ട്രെൻഡും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുവഴി നിങ്ങളുടെ ഫ്യൂച്ചറിലെ പ്രിപ്പറേഷൻ മികച്ച രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങൾക്ക് അതുവഴി സാധിക്കും. കണ്ടോ, ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ 2025 ചോദ്യങ്ങളാണ് ഇവിടെ കാണാം. ഓരോ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇത്രത്തോളം നമുക്കിവിടെ ഉള്ളത് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അടുത്ത കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇതുപോലെ തന്നെയാണ് പോകുന്നത്. NCERT കോർണർ, NCERT എക്സസൈസ്, ചാപ്റ്ററിൻ്റെ സമ്മറി ഉണ്ട്, പിന്നെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിലും ഇതേപോലെ പോകും. അതുപോലെ തന്നെ PYQ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന ബയോളജിയുടെ ഈ സൈലം മെറ്റീരിയൽ. ബയോളജിയുടെ മാത്രമല്ല, ഇതുപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉണ്ട്, മാത്സിൽ 2 ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യലിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1500 രൂപക്കാണ്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CBSEയിൽ ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റുന്ന തരത്തിലുള്ള കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇനിയും ഒരുപാട് മക്കൾ ഇത് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഓർഡർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള മക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈ പുസ്തകം കൈക്കലാക്കുക, കരസ്ഥമാക്കുക.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അഡ്വാൻറ്റേജ് എന്താ, പഠിക്കുന്ന കൂട്ടത്തിൽ ഈ മെറ്റീരിയൽ കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ഗൈഡ് കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നേടാൻ വേണ്ടി പറ്റും. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സൈലം ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.